ഹലോ, എല്ലാവരും എന്തെടുക്കും? സുഖമായിട്ടൊക്കെ ഇരിക്കുവാണോ? ഞാൻ സുഖമായിട്ടൊക്കെ ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിനകത്ത് കണ്ടതാണ്. കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം കൊള്ളാമല്ലോ. പക്ഷെ അതിനകത്ത് ഭയങ്കരമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്, ചുളിവൊക്കെ പെട്ടെന്നൊക്കെ നിവരുന്നതായിട്ട്. പക്ഷെ അത്രയൊന്നും ഇല്ല കേട്ടോ, അത്രയും നിവരത്തില്ല. പക്ഷേ എന്താ പറയുക, നല്ല ഒരു സ്മൂത്തായിട്ടിരിക്കും. പിന്നെ നമ്മുടെ സ്കിൻ സാഗ് ചെയ്യുന്നത് കുറയും. പിന്നെ കുറച്ച് ലൈൻസ് ഉള്ളതൊക്കെ കുറേച്ച് നമ്മൾ ആഴ്ച ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഒന്നത്ര ഇടമൊക്കെ ചെയ്യുമ്പോഴത്തേനും വ്യത്യാസങ്ങളുണ്ടാവും. പിന്നെയെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഗ്ലോ ആയിട്ടിരിക്കും ഫേസ്, ടാനൊക്കെ മാറും. അങ്ങനത്തെ കുറച്ച് ഗുണങ്ങൾ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. നല്ല സോഫ്റ്റായിട്ടിരിക്കും. പിന്നെന്താ, നല്ല ഒരു ഗ്ലോ ഫിനിഷിങ് കിട്ടും. ടാനും നന്നായിട്ട് ടാൻ മാറും, കാരണം അത് കോഫി ചേർത്തിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ആ ഒരു ഫേസ് പാക്കാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിനകത്തൊരു 4 ഇൻഗ്രീഡിയൻറ്റേ ഉള്ളൂ. കാരണം എഗ് വൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ല കൊളാജിൻ നമുക്ക് നമ്മുടെ സ്കിന്നിന് തരുന്നതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ സ്കിൻ ടൈറ്റ് ആവാൻ നല്ലതാണ്. പിന്നെ സ്കിൻ സാഗ് ചെയ്യുന്നത് തടയും എഗ് വൈറ്റ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നല്ലതുണ്ട്. പിന്നെ റൈസ് പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ആക്കാനും വൈറ്റനിങ് തരാനും ഒക്കെയാണ് റൈസ് പൗഡർ. കോഫി പൗഡറും സെയിം തന്നെ പ്രോസസ്സിംഗ് ആണ്. കാരണം നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന കരിവാളിപ്പും വെയിൽ കൊണ്ടുണ്ടാകുന്ന ടാനൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ കോഫി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് മൂന്നും കൂടി പിന്നെ നമ്മൾ വാസലിൻ ചേർക്കുന്നത് നല്ലൊരു ഗ്ലോ കിട്ടാനാണ്. വാസലിനും സെയിം തന്നെ, നമ്മളെല്ലാവരും ചുണ്ടിലൊക്കെ മിക്കവരൊക്കെ ഇടുന്നതല്ല, കറുപ്പ് നിറം കുറയാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഇത്രയും ഐറ്റമാണ് അതിനകത്ത് ഉള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു കിഡിലൻ ഫേസ് പാക്കാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു, അതപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം. ഫേസിൽ നമ്മൾ എന്ത് ചെയ്താലും അന്നത്തെ ദിവസം 2 ദിവസത്തേക്ക് സോപ്പ് ഉപയോഗിക്കരുത്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കണം. ഫേസ് ആദ്യം നമ്മളൊന്ന് ക്ലീൻ ചെയ്യണം, എന്നിട്ടൊന്ന് വാഷ് ചെയ്ത് തുടച്ചിട്ട് നമുക്ക് ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ കെയറിന് ആവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എഗ് വൈറ്റ് ആണ് കേട്ടോ. ഞാൻ ഇടുന്ന കാണിച്ചില്ല, കാരണം പ്രത്യേകിച്ച് വീഡിയോ ലെങ്ത് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. എഗ് വൈറ്റ് വേണം. പിന്നെ ഇൻസ്റ്റൻറ്റ് കോഫിയാണ് കേട്ടോ. ഞാൻ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഡയറക്റ്റിനകത്തോട്ടിട്ടാലേ കട്ടിയായിപ്പോവും. പിന്നെ നമുക്ക് വേണ്ടത് 1 സ്പൂൺ അരിപ്പൊടി. അത് നമ്മുടെ ഫേസിൻ്റെ അളവിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 സ്പൂൺ എടുത്തോളൂ. അപ്പോൾ നിങ്ങളുടെ ഫേസിനനുസരിച്ച് കഴുത്തിലും കൂടി ഇടാൻ പറ്റുന്ന രീതിക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ നമുക്ക് ഇടാം. പിന്നെ നമുക്ക് വേണ്ടത് വാസലിൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയുമായി 4 ഐറ്റമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിത് മിക്സിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 1 സ്പൂൺ അരിപ്പൊടിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അത് നല്ലപോലെ ഒന്ന് കുറുകി വരാൻ നേരം നമുക്ക് കോഫിയുടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊന്ന് പോസ് ചെയ്ത് വെക്കുവാണ് കേട്ടോ, കാരണം 2 കൈ വേണം ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യണമെങ്കിലും. അപ്പോൾ ഞാനിത് നമ്മുടെ അപ്പത്തിൻ്റെയൊക്കെ മാവ് പോലെ നല്ലതായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോഫി മെൽറ്റ് ചെയ്ത് വെച്ചില്ലേ, അതാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അത് പിന്നെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ആയിക്കോളും. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അത് ഇത്രയും, ഞാൻ ഈ ഒരു വിരലിന് ഒന്നിങ്ങനെ തോണ്ടിയെടുത്ത വാസലിനാണ് കേട്ടോ ഇരിക്കുന്നത്. അതും കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അയ്യോ, കണി ഒറ്റ കൈ കൊണ്ട് എടുക്കുമ്പോഴത്തേന് നമുക്ക് വീഡിയോ അങ്ങോട്ട് ശരിയാകത്തില്ല. കണ്ടോ, ഇത്രയും വാസലിൻ എടുത്തിട്ടുണ്ട്. ഇതും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കണം. അതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉടനെ കമൻറ്റ് ചെയ്തു കേട്ടോ. ഫേസിലോട്ടിടാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. കാരണം എഗ് വൈറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ ഒരു ചെറിയൊരു പ്രയാസം കാണുമായിരിക്കും. കാരണം വെച്ചാൽ തന്നെ ഇങ്ങനെ പോരുമല്ലോ. ഇല്ല, പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിനകത്ത് നമുക്ക് പീൽ ചെയ്യുന്നതായിട്ടൊക്കെയാണ് കാണിക്കുന്നത്, പക്ഷെ പീൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അത്രയും തോന്നുന്നില്ല. ഞാൻ വാഷ് ചെയ്യുക ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ ഫേസ് കംപ്ലീറ്റ് ഇട്ട് കൊടുക്കാം. കഴുത്തും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇടുന്നില്ല കഴുത്തിൽ. ഇത് ഷോപ്പിലവിടെ ഞങ്ങൾക്ക് പുന്നപ്പുറയിൽ കറണ്ടില്ല, അതുകൊണ്ട് ഞാനൊന്ന് അക്ഷയയിലൊക്കെ പോയി വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ടിന്ന്
ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ടത്. അപ്പം എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടായിരുന്നു പോയത്. അപ്പോൾ ഓക്കെ, നമുക്ക് ഫേസ് കംപ്ലീറ്റ് ഇട്ടതിന് ശേഷം, അപ്പോൾ നമ്മുടെ ഫേസ് കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. പറ്റുന്ന നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുവാണെങ്കിൽ പെടലിക്കും കൂടി ഇടാൻ ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പോൾ ഫേസിലിട്ട് അപ്പോൾ നമ്മൾ 20 മിനിറ്റ് നമ്മൾ ഫേസ് പാക്ക് എന്തിട്ടാലും 20 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം സ്കിന്നൊന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടല്ലേ നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 20 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് പതുക്കെ തണുത്ത വെള്ളം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തിട്ട് മെല്ലെ ഒന്ന് റബ്ബ് ചെയ്തിട്ട് വാഷ് ചെയ്യാം. അത്രേ ഉള്ളൂ പ്രോസസ്സിങ് കേട്ടോ. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇച്ചിരി കലാപരിപാടിയുണ്ട്. ഒരു 2-3 പേർക്ക് ഇച്ചിരി സോപ്പ് ഉണ്ടാക്കാനുണ്ട്. കാരണം വെച്ചിട്ടുണ്ടല്ലോ, അവർ നമ്മൾ നോർമൽ സോപ്പ് ഉപയോഗിച്ച് അവർക്കെന്തോ ഡ്രൈ ആവുന്ന സ്കിന്ന്. അപ്പോൾ അതുപോലെ പിടിക്കത്തില്ല എന്നാണ് പറയുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് കുറച്ച് സോപ്പ് ഉണ്ടാക്കാറുണ്ട് ഞാൻ. അപ്പം അതൊന്ന് ഉണ്ടാക്കണം. അപ്പോൾ ആ സമയം കൂടെ നമുക്കിതൊന്ന് സെറ്റായിട്ട് വരാം. ഇപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെള്ളം ടിപ്പ് ഇങ്ങനെ ചെയ്തതിന് ശേഷം വാഷ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇതിട്ട് കഴിഞ്ഞ് ചിരിക്കുകയോ സംസാരിക്കുകയോ ചെയ്യരുത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫേസ് പാക്ക് എന്തിട്ടാലും ലൈൻസ് വീഴും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി മിണ്ടാതിരിക്കുക 20 മിനിറ്റ് വരെ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒന്ന് വെള്ളം ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ട് തുടയ്ക്കാം. അപ്പോൾ ഞാനൊന്ന് വാഷ് ബേസിനകത്ത് പോയി വാഷ് ചെയ്തിട്ട് വരാം. എൻ്റെ പൊന്നെ പൊളി കേട്ടാ. കാരണം വെച്ചാൽ ഒന്നും പറയാനില്ല, നല്ല കിടു. കാരണം വെച്ചാൽ ഞാൻ നേരത്തെ ഇച്ചിരി ലിപ് ബാം ഇട്ടിട്ടുണ്ട്. ലിപ് ബാമും മറ്റേ നമ്മുടെ ലിപ്സ്റ്റിക് ടൈപ്പില്ല ലിപ് ബാം ഇട്ടിട്ടുണ്ട്. ഫേസ് വാഷ് ചെയ്തപ്പോൾ അത് പോയി. ഞാനിപ്പോൾ തുടക്കാതെ വന്നതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ പറയാൻ ഞാൻ പോയി വല്ല പൗഡറൊക്കെ ഇട്ടിട്ട് വന്നതെന്ന് വിചാരിച്ചാലോ. അങ്ങനെ പറയാനെന്ന് എനിക്കറിയാം, എന്നാലും അങ്ങനെ വിചാരിച്ചാലോ. സംഭവം പൊളിയാട്ടോ, ചെയ്ത് നോക്കണം. ഈ ഡ്രൈ സ്കിന്നുള്ളവർക്ക് എക്സ്പെഷ്യലി അത് ചെയ്തിട്ട് എനിക്ക് വേഗം കമൻറ്റ് ഇട്ടേ കേട്ടോ. എന്തായാലും ഒരു തവണ ചെയ്ത് നോക്ക്, നല്ല സൂപ്പർ റിസൾട്ടാണ്. കാരണം വെച്ചാൽ എന്താ പറയുക, എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് ദിവസമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൊറിയൻ സ്കിൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ ഫേസ് പാക്ക് വരുന്നു. ഫേസ് പാക്ക് ഇങ്ങനെ നല്ല വയറല്ല. സത്യം പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്ലാസ് ടൈപ്പ് സ്കിൻ കിട്ടത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണാണ്. അത് നമുക്കൊരിക്കലും കൊറിയൻകാരുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ നമ്മൾ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ക്രീംസൊക്കെ ഇടേണ്ടി വരും. നമുക്ക് ഡെയിലി അങ്ങനെ പറ്റത്തില്ലല്ലോ, കാരണം നമ്മുടെ സ്കിൻ ഡാമേജ് ആവത്തില്ലേ. നമ്മുടെ ആ ഉള്ള സ്കിന്നിനെ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, കാരണം വെച്ചാൽ ഇതെന്തായാലും സൂപ്പറാണ്, പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ മൂത്താൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവനൊന്ന് ഇട്ട് നോക്കണം. കാരണം വെച്ചാൽ നല്ല രസമാകാം, നല്ല എന്താ പറയുക, നല്ല അതൊക്കെ ടപ്പേന്നാണ് റിമൂവ് ആകുന്ന. പിന്നെ ഡ്രൈ സ്കിന്നുള്ളവർക്ക് പേടിക്കേ വേണ്ട, സ്കിൻ ഡ്രൈ ആവത്തില്ല. കണ്ടോ, സ്കിന്നൊക്കെ അടുപ്പിച്ച് നല്ല സോഫ്റ്റും നല്ല സ്മൂത്തും നല്ല സൂപ്പർ ഫേസ് പാക്ക്, ഒന്നും പറയാനില്ല. അപ്പോൾ വേഗം ഒന്ന് പോയി ഇത്രയും സാധനങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത്, കാരണം പക്ഷേ ഒരുപാട് വിലയുള്ളതൊന്നും ഇതിനകത്തില്ല. അപ്പോൾ എന്തായാലും ഒന്ന് വേഗം പോയി അതൊക്കെ മേടിച്ച് സമയം കിട്ടുന്ന പോലെ കേട്ടോ. വേഗം പോയി മേടിക്കാൻ പറയുമ്പോൾ ചിലർ പറയും പിന്നെ അതിനായിരിക്കുന്നതെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട. എനിക്ക് സമയം കിട്ടുമ്പോൾ എന്തായാലും ഈ ഒരാഴ്ച സൺഡേ എങ്കിലും എന്തായാലും ഫ്രീ ആയിരിക്കും. അന്നേരം ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് വേഗം എനിക്കൊരു കമൻറ്റ് ഇട്ടേക്കണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ.